ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2016 നടത്തിയ ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ഫിസിക്കൽ സയൻസ് എന്ന ചോദ്യപേപ്പറിലെ ചോദ്യഭാഗങ്ങളാണ്. ഇതിലെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. 21ാമത്തെ ചോദ്യം നോക്കാം. ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം ഡാഷ് ആണ്. ഓപ്ഷൻസ്: വിസ്കസ് ബലം, പ്രതല ബലം, ന്യൂക്ലിയർ ബലം, ഭൂഗുരുത്ത ബലം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രതല ബലം മൂലമാണ് ദ്രാവക തുള്ളികൾ ഗോളാകൃതിയിൽ ഇരിക്കുന്നത്. 22ാമത്തെ ചോദ്യം നോക്കാം. സൂര്യനിൽ ഊർജ ഉൽപ്പാദനം നടക്കുന്നത് പ്രതിഭാസമാണ്. ഓപ്ഷൻസ്: ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, റേഡിയോ ആക്ടിവിറ്റി, അയോണീകരണം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സൂര്യനിൽ ഊർജ ഉൽപ്പാദനം നടക്കുന്നത്. 23ാമത്തെ ചോദ്യം. അനുപ്രസ്ഥ തരംഗത്തിന് ഒരു ഉദാഹരണമാണ്. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് അർത്ഥം. ഓപ്ഷൻസ് നോക്കാം. ശബ്ദ തരംഗം, പ്രകാശ തരംഗം, ജലതരംഗം, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3 അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശ തരംഗം, ജലതരംഗം, ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗം എന്നിവ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 3 ഓപ്ഷൻസ് ശരി ഉത്തരം വരുന്നതിനാൽ ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കാണ്ടാമൃഗങ്ങൾക്ക് ഡാഷിന് മുകളിലുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. ഓപ്ഷൻസ്: 5 ഹെർട്സ്, 5 കിലോ ഹെർട്സ്, 20 ഹെർട്സ്, 20 കിലോ ഹെർട്സ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 5 ഹെർട്സിന് മുകളിലുള്ള ശബ്ദം കേൾക്കാൻ കാണ്ടാമൃഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 25ാമത്തെ ചോദ്യം. ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഓപ്ഷൻസ്: പാസ്കൽ നിയമം, ഗോസസ് നിയമം, ബെർണോളീസ് നിയമം, ഹൂക്സ് നിയമം. ഇതിൽ ബെർണോളീസ് നിയമമാണ് ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. 26ാമത്തെ ചോദ്യം. ജലത്തിൻ്റെ കംപ്രസിബിലിറ്റി 50 × 10⁻⁻6 പെർ അറ്റ്മോസ്ഫിയർ ആണ്. എങ്കിൽ ജലത്തിൻ്റെ ബൾക്ക് മോഡുലസ് എത്രയായിരിക്കും? ഓപ്ഷൻസ്: 50 × 10⁻⁻6 പെർ അറ്റ്മോസ്ഫിയർ, 50 × 10⁻⁻6 പെർ അറ്റ്മോസ്ഫിയർ, 1/50 × 10⁻⁻6 പെർ അറ്റ്മോസ്ഫിയർ, 1/50 × 10⁻6 പെർ അറ്റ്മോസ്ഫിയർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൾക്ക് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ 1/, കംപ്രസിബിലിറ്റി ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കംപ്രസിബിലിറ്റിയുടെ റെസിപ്രോക്കൽ ഏതാണെന്ന് നോക്കുക. അത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1/50 × 10⁻6 പെർ അറ്റ്മോസ്ഫിയർ ആണ് ശരി ഉത്തരം. 27ാമത്തെ ചോദ്യം. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഓപ്ഷൻസ്: 1 ആയിരിക്കും, 1-നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, 1-നേക്കാൾ വലുതായിരിക്കും, 1-നേക്കാൾ ചെറുതായിരിക്കും. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം 1-നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. 28ാമത്തെ ചോദ്യം. സംഗീത ഉപകരണങ്ങളിൽ ഡാഷ് കുഴലുകളാണ് അഭികാമ്യം. ഓപ്ഷൻസ്: 2 അറ്റവും അടഞ്ഞ കുഴൽ, 1 അറ്റം മാത്രം തുറന്ന കുഴൽ, 2 അറ്റവും തുറന്ന കുഴൽ, ഇവയെല്ലാം. ഇതിൽ 2 അറ്റവും തുറന്ന കുഴലാണ് സംഗീത ഉപകരണങ്ങളിൽ അഭികാമ്യം. 29ാമത്തെ ചോദ്യം. സ്പ്രിംഗ് ഉണ്ടാക്കാൻ ചെമ്പ് വയറിനേക്കാൾ നല്ലത് സ്റ്റീൽ വയറാണ്. കാരണം എന്ത്? ഓപ്ഷൻസ്: ചെമ്പിൻ്റെ യങ്സ് മോഡുലസ് സ്റ്റീലിനേക്കാൾ കൂടുതലായിരിക്കും, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ചെമ്പിനേക്കാൾ കൂടുതലാണ്, ചെമ്പിൻ്റെ ഡക്റ്റിലിറ്റി സ്റ്റീലിനേക്കാൾ കൂടുതലാണ്, സ്റ്റീലിൻ്റെ ഡക്റ്റിലിറ്റി ചെമ്പിനേക്കാൾ കൂടുതലാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്.
സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ചെമ്പിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പ് വയറിനേക്കാൾ നല്ലത് സ്റ്റീൽ വയറാണ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യമാണ്. 12.56 × 10⁵ ന്യൂട്ടൺ ഭാരമുള്ള ഒരു മോട്ടോർ കാർ 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്റ്റീൽ വയർ ഉപയോഗിച്ച് ഉയർത്തുന്നു. ഈ സ്റ്റീൽ വയറിൽ അനുഭവപ്പെടുന്ന ടെൻസൈൽ സ്ട്രെസ് ഡാഷ് ആയിരിക്കും. ഓപ്ഷൻസ് 1 × 10⁹ പാസ്കൽ, 2 × 10⁹ പാസ്കൽ, 1 × 10⁻⁹ പാസ്കൽ, 2 × 10⁻⁹ പാസ്കൽ. ഇതിൽ ടെൻസൈൽ സ്ട്രെസ് കാണാനൊരു ഫോർമുലയുണ്ട്. അതാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട് 12.56 × 10⁵ ന്യൂട്ടൺ. അതേപോലെ തന്നെ സ്റ്റീൽ വയറിൻ്റെ ആരം റേഡിയസ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അത് ഉപയോഗിച്ച് അതിൻ്റെ ഏരിയ കാണുക. എന്നിട്ട് ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 × 10⁹ പാസ്കൽ. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ടെൻസൈൽ സ്ട്രെങ്ത് സമം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അടുത്തത് 31ാമത്തെ ചോദ്യം. ഒരേ വ്യാസമുള്ള 2 ലോഹ ഗോളങ്ങളിൽ ഒന്നിൻ്റെ അകം പൊള്ളയാണ്. ഇവ രണ്ടും തുല്യമായിട്ട് ചാർജ് ചെയ്താൽ ഏതിലായിരിക്കും കൂടുതൽ ചാർജ് കാണപ്പെടുന്നത്? അപ്പോൾ ഒരേ വ്യാസമുള്ള 2 ലോഹ ഗോളങ്ങൾ എടുക്കുന്നു. അതിൽ ഒന്നിൻ്റെ അകം പൊള്ളയാണ് എങ്കിൽ ഇവ രണ്ടും തുല്യമായിട്ട് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചാർജ് കാണപ്പെടുന്നത് ഏതിലായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അകം പൊള്ളയായ ഗോളത്തിൽ, അകം പൊള്ളയല്ലാത്ത ഗോളത്തിൽ. രണ്ടിലും ഒരേ ചാർജ് ആയിരിക്കും, പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 2 ലോഹ ഗോളങ്ങളിലും ഒരേ ചാർജ് ആയിരിക്കും ഉള്ളത്. 32ാമത്തെ ചോദ്യം. ഒരു ഇക്വിപൊട്ടൻഷ്യൽ പ്രതലത്തിൽ 2 ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം 7 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ 2 ബിന്ദുക്കൾക്കിടയിൽ 5 മെട്രോ കൂളോം ചാർജിനെ ചലിപ്പിക്കുന്നതിനാവശ്യമായ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ഒരു ഇക്വിപൊട്ടൻഷ്യൽ പ്രതലത്തിൽ 2 ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം 7 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ 2 ബിന്ദുക്കൾക്കിടയിൽ 5 മെട്രോ കൂളോം ചാർജിനെ ചലിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ഓപ്ഷൻസ്: 35 ജൂള്, 35 × 10⁻⁻6 ജൂള്, 35 × 10⁻⁸ ജൂള്, 0 ജൂള്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 0 ജൂൾ ആയിരിക്കും. 33ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഓം നിയമം അനുസരിക്കാത്തത് ഏതാണ്? ഓപ്ഷൻസ്: നിക്കൽ, ക്രോമിയം, നിക്രോം, ഡയോഡ്. ഇതിൽ ഓം നിയമം അനുസരിക്കാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡയോഡ്. 34ാമത്തെ ചോദ്യം. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നത് ഡാഷ് ജൂളിന് തുല്യമാണ്. ഓപ്ഷൻസ്: 1.6 × 10⁻⁻⁹, 1.6 × 10⁻⁻19, 1.6 × 10⁻13, 1.6 × 10⁻13. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1.6 × 10⁻⁻19. 35ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്? ഓപ്ഷൻസ്: ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോർ ഗേറ്റ്, നോട്ട് ഗേറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ നോർ ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന വിഭാഗത്തിൽ വരുന്നത്. 36ാമത്തെ ചോദ്യം നോക്കാം. 2 മൈക്രോഫാരഡ് വീതം കപ്പാസിറ്റിയുള്ള 3 കപ്പാസിറ്ററുകളെ സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ അവയുടെ സഫല കപ്പാസിറ്റി ഡാഷ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. 2 മൈക്രോഫാരഡ് വീതം കപ്പാസിറ്റിയുള്ള 3 കപ്പാസിറ്ററുകളെ സമാന്തരമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ സഫല കപ്പാസിറ്റി ഡാഷ് ആയിരിക്കും. ഓപ്ഷൻസ് നോക്കാം. 6 മൈക്രോഫാരഡ്,
3ൽ 2 മൈക്രോ ഫാരഡ്, 2ൽ 3 മൈക്രോ ഫാരഡ്, 6ൽ 1 മൈക്രോ ഫാരഡ്. ഇവിടെ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സഫല കപ്പാസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷനാണ് C=C1 + C2 + C3. ഇവിടെ നമുക്ക് ഓരോ കപ്പാസിറ്ററും 2 മൈക്രോ ഫാരഡ് വീതമാണ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ 2 ആയിരിക്കും. 2 + 2 + 2. ശരി ഉത്തരം ഓപ്ഷൻ എ 6 മൈക്രോ ഫാരഡ് എന്ന് ലഭിക്കുന്നു. അപ്പോൾ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ സഫല വോൾട്ടേജ് കാണുന്നതിനുള്ള ഇക്വേഷൻ C=C1 + C2 + C3. 37ാമത്തെ ചോദ്യം. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡാഷ് ആയിരിക്കും. ഓപ്ഷൻസ് 100 ഹെർട്സ്, 50 ഹെർട്സ്, 100ൽ 1 ഹെർട്സ്, 50ൽ 1 ഹെർട്സ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 100 ഹെർട്സ് ആയിരിക്കും. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും? 100 ഹെർട്സ് ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 38ാമത്തെ ചോദ്യം. ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൂടുന്നു, വ്യത്യാസം വരുന്നില്ല, ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒരു സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് താപം കൂടുന്നതിനനുസരിച്ചിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. 39ാമത്തെ ചോദ്യം നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എത്ര? ഓപ്ഷൻസ് നോക്കാം. ടെസ്ല, വെബർ, ഗ്വാസ്, ന്യൂട്ടൺ മീറ്റർ. ഇവിടെ ഓപ്ഷൻ ബി വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആയിട്ട് വരേണ്ടത്. അടുത്തത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയിയാണ് അൽനിക്കോ. എന്നാൽ ഇതിൻ്റെ ഒരു ന്യൂനത എന്താണ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് തന്നെ കിട്ടി. സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് ഏതാണ്? അൽനിക്കോ. ഇതിൻ്റെ ഒരു ന്യൂനതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ബ്രിട്ടിൽ, ഡക്ടൈൽ, മാലിബിൾ ഇവയല്ല. ഈ അൽനിക്കോ ബ്രിട്ടിലായിരിക്കും, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വസ്തുവാണ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയായ അൽനിക്കോയുടെ ഒരു സവിശേഷതയാണ് അത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 20 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.